ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു കിക്ക് ചെയ്തിട്ട് വന്നു. അവിടെ ഒരു ചെറിയ വിജയ് റെഫറൻസ് പോലെ തോന്നിയായിരുന്നു. ഒരിക്കലും ഒരു അടിപ്പടം ഒരിക്കലും വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു റിവെഞ്ച് സിനിമന്നോ വയലൻസ് ഉള്ള സിനിമന്നൊന്നും വിളിക്കാൻ പറ്റില്ല. സിമ്പിൾ ആയിട്ടുള്ള സിനിമ, ഒരു ആസ്ഥാന മടിയനായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉള്ളൊരു വീട്ടിൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ ഷെറിൻ എന്ന് പറയുന്നത്. കുറെ 2-3 പരിപാടികൾ ട്രൈ ചെയ്തു. ദാവീദാണ് ഓണായി. അബു മടിയനാണെന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ആന്റണിയെ പറ്റിക്കായിരുന്നു. ഒരു മടിയന്റെ വേഷം ചെയ്യാൻ വേണ്ടി ഇത്രയും പണിയെടുപ്പിച്ച് പാവത്തിന്, അതും പ്രൊഡ്യൂസറും ട്രെയിനറും കൂടെ താമസിക്കാം. ഒരു പഞ്ച് എനിക്ക് മൂക്കിന് കിട്ടിയിരുന്നു. അത് നല്ല സുഖമായിരുന്നു. കണ്ണീനൊക്കെ പൊന്നിച്ച പോകാനൊക്കെ പറയും. ഞാൻ ഓടി ഇങ്ങനെ കണ്ണിന് വെള്ളം വന്നിട്ട് മാസ്റ്റർ ആന്റണി എടുത്ത് പറയും മൂക്കിനൊക്കെ ഇടി കൊണ്ടിട്ട് നിൽക്കുന്നു പറയുന്ന മാസ്റ്റർ ഇടി കൊണ്ടിട്ട് നിൽക്കുക. മാസ്റ്റർ സൺഡേന സട്ടൊക്കെ കഴിയും. ദാവീദിന്റെ വിശേഷങ്ങളുമായി ഇന്ന് കൂടെ ഉള്ളത് ആന്റണി വർഗീസ് പെപ്പെ, റൈറ്റർ ദീപു രാജീവൻ, ലിജോ മോളൻ, ഡയറക്ടർ ഗോവിന്ദ് വിഷ്ണു. വെൽക്കം ടു സിനിമാ ഭ്രാന്ത്. ഇപ്പൊ ദാവീദ് പ്രേക്ഷകരിലേക്ക് എത്താറായി. സോ എന്തായിരിക്കും ദാവീദിൽ നിന്നും പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ്? പെപ്പയിൽ നിന്ന് തുടങ്ങാം. ദാവീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കഥയൊക്കെ അത്രയും സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല, എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഒരു സ്പോർട്സ് മൂവിയും കൂടിയാണ്. സ്പോർട്സ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ബോക്സിംഗ് പരിപാടിയാണ്. പ്ലസ് ഒരു കുടുംബത്തിൻ്റെ ഒരു ഫീലിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഉള്ള അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ ഒരു ക്യൂട്ട് സിനിമയാണ്. ഇങ്ങനെ ഒരിക്കലും ഒരു അടിപ്പടം ഒരിക്കലും ദാവീദിനെ വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു റിവെഞ്ച് സിനിമന്നോ അല്ലെങ്കിൽ വയലൻസ് ഉള്ള സിനിമന്നൊന്നും ദാവീദിനെ വിളിക്കാൻ പറ്റില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സിനിമ, ഒരു ഫാമിലി എന്റർടൈനർ തന്നെ പറയാം അല്ലേ? അതെ അതെ. ലിജോ മോൾ ഇതിലെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും പറയാ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഷെറിൻ എന്നാണ്. ഇതിൽ ആൻ്റണി ചെയ്ത ആഷിഖ് അബു എന്ന് പറയുന്ന ആളുടെ വൈഫായിട്ടാണ്. ഒരു ആസ്ഥാന മടിയനായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉള്ളൊരു വീട്ടിൽ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ ഷെറിൻ എന്ന് പറയുന്നത്. ഈ ഒരു ദാവീദ് ആദ്യത്തെ സിനിമയാണ്, ഫസ്റ്റ് മൂവി തന്നെ ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ഡ്രാമ തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനം എന്തുകൊണ്ടായിരുന്നു? സിനിമ ചെയ്യാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. വേറെ സ്ക്രിപ്റ്റുകളും ഉണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റാണ് പ്രൊഡ്യൂസർ ആക്ടർ ഓക്കെ പറഞ്ഞത്, അതുകൊണ്ടാണ് ദാവീദ് ചെയ്തത്. അപ്പോൾ ഞാൻ പിച്ച് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വേറൊരു കഥ പറയണ ജോൺ ആൻഡ് മേരിയിലെ സെഞ്ചുറിയിലും പോയത്. അപ്പം ജോൺ സാറിനെ ചോദിച്ചു വേറൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊരു വലിയ കഥയാണ്, അത് എന്നെപ്പോലൊരു ഫ്രഷറിനെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു കഥ പറയാൻ പറഞ്ഞു. അപ്പം അങ്ങനെ കഥ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമുക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു, ദാവീദ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ദാവീദ് പുള്ളി കൊച്ചുമോൻ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഷിബു സാറ് കേട്ടു, ഷിബു ബേജോൺ കേട്ടു, അച്ചു കേട്ടു, അവർ രണ്ടുപേരും കേട്ടു. അതിന് ശേഷം കൊച്ചുമോൻ സാർ കേട്ടപ്പോൾ പടം ഓണായി. പിന്നെ അവരാണ് ആസ് ആൻ ആക്ടർ ആന്റണി ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞു. ആന്റണി നിർത്തി വന്നപ്പോൾ ആന്റണി ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് ദാവീദിലേക്ക് എത്തിയത്. കുറെ 2-3 പരിപാടികൾ ട്രൈ ചെയ്തു. ദാവീദാണ് ഓണായത്. അതെ. ഈ ഇതിന്റെ ഒരു കഥയിലേക്ക് എഴുതുന്ന സമയത്ത് ഒരു റൈറ്ററിന്റെ മൈൻഡിൽ എപ്പോഴും ഒരു അതിലെ മെയിൻ ലീഡ് അല്ലെ ക്യാരക്ടറിന്റെ ഒരു രൂപം ഉണ്ടാവുമല്ലോ. അപ്പൊ എഴുതി വന്നപ്പം പെപ്പയുടെ അല്ലെ ഇതിലെ ആഷിഖ് അബു എന്ന് പറഞ്ഞ ക്യാരക്ടർ പെപ്പയുടെ ഈ ഒരു ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ഒരാളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അതെ 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 അതേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു മനസ്സിൽ. പിന്നെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഇതിന് ആപ്റ്റായ ആൾക്കാരെ തന്നെ. ഇതിന് നമുക്ക് വേറൊരാളെ പ്ലേസ് ചെയ്ത് നോക്കാൻ ചിന്തിക്കാൻ പറ്റില്ല. പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറൊരാളെ ഞങ്ങൾക്ക് കാസ്റ്റിങ്ങിൽ മോളുടെ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കുഞ്ഞി ആര് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾക്ക് തന്നെ ആകാംക്ഷ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സാണ് വന്നിരിക്കുന്നത്. കൂട്ടേട്ടനാകട്ടെ, സൈജുവേട്ടൻ, അജു വർഗീസ്, ലിജു, ആന്റണി, എല്ലാവരും മറ്റേ അവരുടെ സൈഡ് തകർത്ത് കാണിച്ചേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ മോളും വില്ലനും അത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടുപേരാണ്. നമ്മുടെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചേക്കുന്നത് മോ ഇസ്മയിൽ എന്ന് പറഞ്ഞിട്ട് ഈജിപ്തിൽ നിന്നുള്ള ഒരു ആക്ടറാണ്. മോള് ജസ് കുക്കു. ജസ് വന്ന് മറ്റേ പൊളിച്ചടിക്ക് മറ്റേ ജസ് തകർക്കായിരുന്നു. സെറ്റിൽ ഫുൾ ഓളം പരിപാടി ആയിരുന്നു ജസ് വന്നതിന്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരൊക്കെ തന്നെ ഞങ്ങൾക്ക് ഇതിനപ്പുറത്ത് വേറൊരാളെ കാണാൻ പറ്റത്തില്ല. കാര്യം ലിജോ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു ഇത്തയാണ്. ലിജോ കണ്ടിട്ട് പോലും ഇല്ല. ലിജോ കോസ്റ്റ്യൂം ഇട്ട് വരുമ്പോൾ കറക്റ്റ് അതായിരുന്നു.
അബു മടിയനാണെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ ആന്റണിയെ പറ്റിക്കായിരുന്നു. ഒരു മടിയന്റെ വേഷം ചെയ്യാൻ വേണ്ടി ഇത്രയും പണിയെടുപ്പിച്ച് പാവത്തിന്, അതും പ്രൊഡ്യൂസറും ട്രെയിനറും കൂടെ താമസിക്കുക. ഒരു രീതിയിലുള്ള കള്ളത്തരവും പരിപാടിയും പറ്റത്തില്ല. ഡയറ്റ്, ബോക്സിങ്, ജിമ്മ്, ഇടയ്ക്കിടയ്ക്കാണ് പറയാം മടിയെന്ന് പറഞ്ഞിട്ട് ഇതൊരുമാതിരി എല്ലാ പണി എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ പറ്റിച്ച ഒരാള് സാലുവിന്. സാലു ഞങ്ങളുടെ ക്യാമറമാൻ. അപ്പോൾ സാലു ചെയ്തേക്കുന്ന പടങ്ങൾ കാതൽ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. സാലുവിൻ്റെ അടുത്ത് സാലു ട്രാക്ക് വേറെ ഈ പടമാണ്. അപ്പോൾ സാലുവിൻ്റെ മനസ്സിൽ സാലു റിങ്ങി ക്യാമറ വെക്കുന്നു, പരിപാടിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ വീടും പരിപാടിയും തന്നെയാണ് കൂടുതലും. അപ്പോൾ സാലു അടുക്കള ക്യാമറ വെച്ചിട്ട് സാലു ഇതേ നോട്ടം തന്നെ, ഈ നോട്ടം ആന്റണി അന്ന് നോക്കിയ നോട്ടം തന്നെ സാലുവും നോക്കി. അവിടെയും പറ്റിച്ചു. പക്ഷെ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരാണ്. നല്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പം അസിസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാവരും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്കും അറിയാം. അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പൊ ഇത്രയും പണി എടുപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം 22 കിലോളം വെയിറ്റ് ഒക്കെ പോയി എന്നും പറഞ്ഞായിരുന്നു. ഈ RDXന്റെ ഷൂട്ടിന്റെ സമയത്ത് ഉണ്ടായിരുന്നു ലാസ്റ്റ് ആ ക്ലൈമാക്സ് സീനിൽ ആ സീൻ കഴിഞ്ഞിട്ട് മൂക്കിൽ നിന്നൊക്കെ മണ്ണ് വരുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അതുപോലെ എന്തെങ്കിലും ഇതിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ ആക്ടറാണ് മോയിസ്മേൽ എന്ന് പറയുന്ന ആക്ടർ വന്നു. അപ്പം കോമ്പിനേഷൻ സീനും ഫൈറ്റ് സീനും ഒക്കെ ഉണ്ടല്ലോ അദ്ദേഹമായിട്ട്. അപ്പം RDXലെ പോലെ ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ, ഫൈറ്റ് കാരണം ഉണ്ടായ പ്രശ്നങ്ങളോ ഒക്കെ? ഇല്ല, അത് നമ്മളൊരു ചെറിയൊരു സ്പാറിങ് സീക്വൻസ് ഉണ്ടായിരുന്നു. അത് ഒരു കണ്ണൂരുള്ള ഒരു പയ്യനാണ് അതിനകത്ത്. പുള്ളി കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യനാണ്. അപ്പൊ ചെറിയൊരു സ്പാറിങ്, ചെറിയൊരു ഇടി. അപ്പൊ അതിനകത്ത് ഒരു പഞ്ച് എനിക്ക് മൂക്കിന് കിട്ടിയിരുന്നു. അത് നല്ല സുഖമായിരുന്നു. കണ്ണീനൊക്കെ പൊന്നിച്ച പോകാനൊക്കെ പറയുന്നത്. ഞാൻ ഓടി ഇങ്ങനെ കണ്ണീന് വെള്ളം വന്നിട്ട് പിന്നെ വേറെ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നു. കിട്ടും ചെറുതായിട്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഗാർഡ് വെക്കാന്ന് പറയും. ഈ ഗാർഡ് വെക്കുമ്പോ ഈ ഗാർഡിലൊന്ന് ഇടിക്കും, ഗാർഡ് മാറാൻ വേണ്ടി. അപ്പൊ ഇത് നമ്മുടെ കൈ വന്നിട്ട് ഇവിടെ ഇടിക്കുമ്പോ തല ഷെയ്ക്കാവും. അപ്പൊ നമുക്ക് ചെറിയൊരു ഇങ്ങനെ കിളി പോയാൽ നമുക്ക് തലവേദന എടുക്കും. കിളി പോലത്തെ തലവേദനയൊക്കെ ഉള്ള പോലത്തെ ഒരു അവസ്ഥ വരും. അങ്ങനത്തെ ഒക്കെ ഉള്ളു, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്നു ഇതിനിടയ്ക്ക് അങ്ങനെ ഇടി കിട്ടി കഴിയുമ്പം. അല്ല, അത് ശീലമായി മാസ്റ്റർ ആന്റണിയുടെ അടുത്ത് പറയും മൂക്കിലേക്ക് ഇടി കൊണ്ടിട്ട് നിൽക്കുമ്പോ മാസ്റ്റർ ഇടി കൊണ്ടിട്ട് നിൽക്കുക. മാസ്റ്റർ സൺഡേ സട്ട കഴിയും കൊറേ ഇടി കിട്ടിയായിരുന്നോ? ഇല്ല, ആകെ ഞാൻ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വളരെ സേഫ് ആയിട്ട് തന്നെ ചെയ്തേക്കുള്ളൂ. ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തു. ഇപ്പൊ RDXന് വേണ്ടിട്ട് കിക്ക് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തു. ഇതില് വന്നപ്പോ ഫുൾ ആ ബോക്സിംഗ് അത്രയും ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ തോന്നിക്കണമല്ലോ. അതിനുള്ള ഇപ്പൊ പ്രാക്ടീസസും അതിന്റെ ആന്റണി തന്നെ എടുത്തിട്ടുള്ള പ്രീ പ്രൊഡക്ഷൻസ് എന്തൊക്കെയായിരുന്നു? അല്ല, ഒന്നുമില്ല, ഞാനെടുത്തല്ല, എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. എന്നെ അവര് കൊണ്ടുപോയിട്ട് കൊച്ചിയിലൊരു ഫ്ലാറ്റ് എടുത്തു പ്രൊഡക്ഷൻ. അപ്പൊ ഞാൻ ആദ്യം എന്റെ വീട്ടിൽ നിന്നിട്ട് ഇത് വീടിന്റെ അവിടേക്ക് ആക്കാൻ നോക്കി. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി അവിടെ ആക്കി കഴിഞ്ഞാൽ പരിപാടി ശരിയാവില്ല. കാരണം അത്രയും നല്ല സുഹൃത്തുക്കളാണ് എനിക്കുള്ളത്. അത് കാരണം എന്നെ കൊച്ചിയിലേക്ക് മാറ്റി. അവിടെ ഒരു 2 മാസം ഷൂട്ടിന് മുമ്പ് പ്രാക്ടീസ്, ഫുൾ ഡയറ്റ്, ജിമ്മ്, പിന്നെ ബോക്സിങ് പരിപാടികളൊക്കെ ഒരു 2 മാസം. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങിയപ്പോഴും ഇത് സെയിം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ഷൂട്ടും. അങ്ങനെ മൊത്തം ഒരു 6 മാസത്തെ. ഇതിൻ്റെ ഇടയിൽ പിന്നെയും ബ്രേക്ക് ഉണ്ട്. അതിൽ കുറച്ചുകൂടി ബോഡി വണ്ണം കുറച്ചും കൂടി ഒന്ന് ബോഡി ടൈറ്റ് ആക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു മൊത്തം ഒരു 6 മാസത്തെ പ്രോസസ്സാണ്. അപ്പോഴേക്കാണ് ഞാൻ ഈ ലാസ്റ്റ് 74 എന്ന് പറഞ്ഞ മാജിക്കൽ നമ്പറിലേക്ക് ഞാൻ എത്തുന്നത്. ഇപ്പൊ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പം ട്രെയിലറിലെ ഒരു സീൻ ഉണ്ടല്ലോ, ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കിക്ക് ചെയ്തിട്ട് വന്ന് അവിടെ ഒരു ചെറിയ വിജയ് റെഫറൻസ് പോലെ തോന്നിയായിരുന്നു. കഴിഞ്ഞിട്ട് നേരെ വന്ന നിക്കുന്ന ആ ഒരു പോസ്റ്റർ പുള്ളിയുടെ ഭയങ്കര കടുത്ത ആരാധകരാണ്. അപ്പൊ അത് അങ്ങനെ തോന്നിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ല, അത് ഭയങ്കര സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ മ്യൂസിക് ഇട്ടിട്ടാണ് ഞങ്ങൾ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെല്ലാരും അതായിരുന്നു ഞങ്ങളുടെ റെഫറൻസ് മ്യൂസിക്. ഞാനായാലും സാലുവായാലും ചെറുമൂടായാലും എല്ലാവരും ഇവരെല്ലാം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാം ഇൻഡിപെൻഡന്റ് സിനിമകളാണെങ്കിലും ഞങ്ങളെല്ലാവരും വളരെ പ്രഖ്യാപിത വിജയ് ഫാൻസ് ആണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞങ്ങൾ പോയി കാണുന്നവരാണ്. ഞാൻ സാലിനോട് പറഞ്ഞിരുന്നു നമുക്ക് വിജയിന്
നമുക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല അളിയ. അത് നമുക്ക് കിട്ടിയ ആളെ നമുക്ക് വിജയിനെ പോലെ പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കായിരുന്നു. കുറച്ച് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അതിന്റെ റെഫറൻസ് തന്നെ വിജയ് പടത്തിലെ റെഫറൻസ് ആയിരുന്നു. ഞാൻ ബേസിക്കലി ആ ഷോർട്ട് ഡിവിഷനിൽ ഞാൻ വെച്ചിരുന്നത്. ആന്റണി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. ഭയങ്കര ഓറയാണ്, ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ്, ഭയങ്കര രസമാണ് കാണാൻ. കാരണം ഇവൻ ആ ബ്ലാക്ക് ഷർട്ട് ഇടുമ്പോൾ ഞാൻ ആക്ച്വലി മനസ്സിൽ വിചാരിച്ചിരുന്നത് അഭിമന്യുവിലെ മോഹൻലാലിന്റെ റെഫറൻസ് ആണ് ഇങ്ങനെ ബ്ലാക്ക് ഷർട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ബ്ലാക്ക് കോസ്റ്റ്യൂം കൊടുത്തത്. ബൗൺസർ കോസ്റ്റ്യൂമാണ്, പക്ഷെ അതിന്റെ റെഫറൻസ് എഴുതിയത് അങ്ങനെയാണ്. നമ്മൾക്കൊരു പടം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ നമ്മൾ ആരാധിക്കുന്ന എല്ലാ റെഫറൻസും ഒരുമിച്ച് കൊണ്ടുവന്നായിരുന്നല്ലേ? അതെ അതെ. ഈ കൂട്ടത്തിലിരിക്കുന്നതിൽ ലിജോമോൾ മാത്രമേ വിജയ് ഫാൻ അല്ലാത്ത സൂര്യ ഫാൻ. സൂര്യയോടൊപ്പം അഭിനയിച്ചതുകൊണ്ട് സൂര്യ അല്ലല്ല, നേരത്തെ തന്നെ നേരത്തെ സൂര്യ ഫാൻ കാരണമായിരം അവിടെ മുതലേ തുടങ്ങിയല്ല. അല്ല, സൂര്യനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മള് വിജയ് ഫാൻ ആയി എന്ന് പറഞ്ഞിട്ട് സൂര്യയോട് ദേഷ്യമൊന്നുമില്ല. ഇല്ല. ഇപ്പൊ ഈ ചാലഞ്ചസ് പറഞ്ഞതുപോലെ ലിജോ മോളുടെ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചാലഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് അങ്ങനെ ചാലഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ ഇല്ല, ക്യാരക്ടറിനെ കുറിച്ച് എന്താ ഗോവിന്ദ് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും രാവിലെ സീനുമായിട്ട് ഇദ്ദേഹം വരും, വന്ന് സീൻ പറഞ്ഞു തരും എന്താ എടുക്കാൻ പോകുന്നതെന്നുള്ളത്. എൻ്റെ മനസ്സിൽ എനിക്ക് ഷെറിൻ, ഇപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ നിന്ന് ഷെറിൻ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് വെച്ച് പെർഫോം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിൽ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ടുപേരും തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പറയും. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ചാലഞ്ചസ് ഞങ്ങൾക്ക് ഒരു കറക്ഷനും ഇല്ലായിരുന്നു. എല്ലാ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണോ? സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ് ആണ്. ഒരു ദിവസം അങ്ങനെ പറഞ്ഞിട്ട് ചുമയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അടുത്തൊരു 8-9 ടേക്ക് പോയി. ആദ്യ വർഷത്തിൽ അങ്ങനെ പറഞ്ഞു, പിന്നെ ഫുൾ പോയി, എന്റെ പോയി. ഡയലോഗ് എനിക്ക് പറയാനേ പറ്റുന്നില്ല. ഇതിന്റെ ക്ലൈമാക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 12 മിനിറ്റ് ലോങ് ഒരു ഫൈറ്റ് സീൻ വരുന്ന ക്ലൈമാക്സ് സീൻ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ 12 മിനിറ്റ് ലോങ് വരുന്നത്. അപ്പൊ ആ ഒരു സീനിന്റെ മേക്കിംഗ് എങ്ങനെയായിരുന്നു? കഥയില് കഥ പൂർണ്ണമാവണമെങ്കിൽ ആ ഡിവൈല് സംഭവിക്കണമല്ലോ. അപ്പം അതിന്റെ എഴുത്തിന്റെ ഫസ്റ്റ് തോട്ട് ഇതായിരുന്നു, ഒരു ഹാർഡ് ഹിറ്റർ വേഴ്സസ് ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ഉള്ള ബോക്സർ എന്നുള്ളത്. അപ്പോൾ അതാണ് തോട്ട് എഴുതിയത്. പിന്നീട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ റെഫറൻസ് എടുത്തിരുന്നു. റെഫറൻസ് എടുത്തിട്ട് ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, പ്രഭു മാസ്റ്റർ, പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി കുറെ ഐഡിയാസുമായിട്ട് വന്നു. എന്നിട്ട് നമ്മൾ റിയൽ ബോക്സേഴ്സിനെ ഹയർ ചെയ്തു. ആ ബോക്സേഴ്സിനെ വെച്ചിട്ട് ആ 12 മിനിറ്റ്സ് ഉള്ള ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തു. എന്നിട്ട് ആ ആക്ഷൻ കൊറിയോഗ്രാഫി ആന്റണിയെയും മോയിസിനെയും പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് വന്നത്. ഷൂട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ കുറേ സാധനങ്ങൾ ഇവർക്ക് തരാൻ പറ്റി. അത് ഭയങ്കര അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. നമ്മൾ ഫസ്റ്റ് പോർഷൻ ഷൂട്ട് ചെയ്ത്, അതായത് 71 days ആണ് നമ്മൾ പടം ഷൂട്ട് ചെയ്തത്. 2 ഷെഡ്യൂളായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ക്ലൈമാക്സ് പോർഷൻ 11 days ലാസ്റ്റ് ആയിരുന്നു നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് ഒരു 1.5 months അല്ല, ഓഗസ്റ്റ് 17th ഫസ്റ്റ് ഷെഡ്യൂൾ തീർത്തിട്ട് ഒക്ടോബർ 7 നമ്മൾ വീണ്ടും തുടങ്ങിയത്. അപ്പോൾ അത്രയും ടൈം ഈവൻ മാസ്റ്റർ അടക്കം കൊച്ചിയിലുണ്ടായിരുന്നു, ഒരുമിച്ചുണ്ടായിരുന്നു. ഓണത്തിന് ഒരു ആന്റണി ഒരു ദിവസം അപ്പോൾ ആ ദിവസങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തു. ബോക്സേഴ്സിനെ വെച്ച് ആന്റണി സ്പാർ ചെയ്ത് നോക്കി. അതിന്റെ ക്വാളിറ്റി അതിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അഡീഷണൽ കുറെ നമ്പറുകൾ പുള്ളിയായിട്ട് തന്നെ ക്ലൈമാക്സ് വെറ്റി തന്നു. അപ്പൊ അതൊക്കെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അടിപൊളിയായിരുന്നു. എന്നാലും ഞാൻ ഓഫർ ചെയ്തത് ഒരു ബോക്സിംഗ് ഫിലിമാണ്. അപ്പോൾ അതിന്റെ ഒരു ക്ലൈമാക്സ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി അപ് ടു പ്രേക്ഷകനാണ്. ഞങ്ങൾ അത് എങ്ങനെ നിങ്ങളുടെ അടുത്തു നിന്നുള്ള റിവ്യൂവിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കൂടുതലും ഒരു ഫൈറ്റ് സിനിമകളുടെ ഭാഗമാവുന്ന ടൈപ്പ് കാസ്റ്റ് മൊത്തത്തിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ പോലും ഉണ്ട്. അപ്പൊ ഇതിലെ കൂടുതലും ഫൈറ്റിനേക്കാളും കൂടുതൽ ഒരു ഫാമിലി ഇമോഷനാണ് പിന്നെ അട്രാക്ട് ചെയ്തത് എന്ന് പറയണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു ഇമോഷൻസ് അത്രയും അട്രാക്ട് ചെയ്യപ്പെടേണ്ട ആ ഒരു റീസൺ എന്തായിരുന്നു? ലൈക്ക് കഥ കേട്ട് കഴിഞ്ഞപ്പോഴും
ഒക്കെ അല്ല, എന്തായിരുന്നു അത് ഏത് കഥയാണെങ്കിലും ഇമോഷൻസ് വർക്കായില്ലെങ്കിൽ അത് വർക്കാവില്ലല്ലോ. ഇമോഷൻ ആ ഒരു ഇമോഷനിലാണ് അത് ചിലപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഇമോഷൻ വേണമെങ്കിലും ആവാം. അപ്പൊ ആ ഇമോഷൻ വർക്കായി അതായിരിക്കും എൻ്റെ കുക്കിംഗ് പോയിന്റ്. അത് വർക്കായാലും ടോട്ടൽ സിനിമ പിന്നെ ആ ക്യാരക്ടർ എന്ത് ചെയ്താലും ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കും. ചില സിനിമകളിൽ ആ ക്യാരക്ടർ ചത്ത അഭിനയിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കൊരു ഫീലും തോന്നുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? അത് ഈ ഇമോഷൻ വർക്കാവാത്തതുകൊണ്ടാണ്. അപ്പം അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത്. അപ്പൊ ആദ്യം ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ എന്തായിരുന്നു എനിക്കത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫാമിലി ആ ഏരിയ ആണ്. കാരണം ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്, ഭയങ്കര ലൈറ്റായിട്ട് ക്യൂട്ടായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് എങ്ങനെയായിരിക്കും ഇത് ഞാൻ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊരു പുതിയൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം. ഈ സിനിമയിലേക്ക് ഈ കഥ മാറ്റിയപ്പം ഈ റിയൽ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് സിനിമയിലേക്ക് എക്സിക്യൂട്ട് ചെയ്തപ്പം ഉണ്ടായ മാറ്റങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന, നമ്മൾ തൊട്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ള മനുഷ്യരെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു. അപ്പം നമുക്കറിയാം ഇയാൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അത് ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മളിപ്പം സജിചേട്ടനോടായാലും കുട്ടേട്ടനോടായാലും ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ഇൻപുട്ടുണ്ട്. കുട്ടേട്ടൻ എപ്പോഴും പറയുന്നുണ്ട്, എടാ മുഖത്തല്ല അഭിനയം നല്ലത് മനസ്സിലാണ്. പറയുന്ന സാധനം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മുഖത്ത് വരും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് എനിക്ക് അറിയത്തില്ല എത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്ന ക്ലാരിറ്റി വെച്ച് ഇവർക്കത് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന് മേളിൽ തന്നെ എല്ലാവരും തന്നത്. ഈ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സായിട്ടുള്ളത് പറയുമ്പം പൊന്മാൻ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതും ഒരുപാട് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരുപാട് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. ലിജോ മോളിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അപ്രിസിയേഷനൊക്കെ എങ്ങനെയുണ്ട്? അതിൽ റിയൽ ലൈഫ് ക്യാരക്ടർ ചെയ്യുന്നത് എനിക്കൊന്ന് കുറച്ചും കൂടെ കൺവിൻസിങ് ആക്കണമല്ലോ. ഇല്ല, ഇതിൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. അവരെങ്ങനെയാണെന്ന് ഇവർക്കും അറിയില്ല. അതായത് ഈ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവലില് അല്ലെങ്കിൽ ഇതിപ്പം ജ്യോതിഷേട്ടൻ്റെയും കൂടി, ഇതിൻ്റെ ഡയറക്ടർ ജ്യോതിഷേട്ടൻ്റെയും കൂടി ലൈഫാണ്. അപ്പം അവർക്കും ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പെണ്ണ് കല്യാണം കഴിച്ച ആ സ്വർണം കൊണ്ട് മുങ്ങിയെന്നേ അറിയുള്ളൂ. അതിനുശേഷം എന്ത് സംഭവിച്ചു, ഈ പറയുന്ന പി അജീഷിനും എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. അതുകൊണ്ട് റിയൽ ലൈഫ് ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കും അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പി അജീഷ് എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ഇന്ദുവൻ ചേട്ടൻ എഴുതിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണെന്നറിയാം. അതിനെ സിനിമാറ്റിക് വേർഷനിൽ നമ്മൾ എഴുതി കൊണ്ടുവന്ന് നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഓക്കെ സ്റ്റെഫി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അജേഷ് ഇങ്ങനെയാണ്, മരിയാനോ ഇങ്ങനെയാണ് എന്നുള്ളത് ഇന്ദുവൻ ചേട്ടൻ്റെ ഭാവനയിൽ. പിന്നെ ജസ്റ്റിനാണ് ഇതിൽ അഡീഷണൽ റൈറ്റർ വന്നിരിക്കുന്നത്, കോ റൈറ്ററായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഭാവനയിൽ എങ്ങനെയാണോ ഈ ക്യാരക്ടേഴ്സ് അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അവർ റിയൽ ലൈഫിൽ എങ്ങനെയുള്ള ആളുകളാണെന്ന് അറിയില്ല. സ്റ്റെഫി എങ്ങനെയാണോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഇത് ഈ February 14 ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് റിലീസ് ചെയ്യാനുള്ള തീരുമാനം എന്തായിരുന്നു? അല്ല, ശരിക്കും ആക്ച്വലി പോസ്റ്റ് പ്രൊഡക്ഷൻ അതിന്റെ ഒരു ടൈമൊക്കെ എടുത്ത് അങ്ങനെ വന്ന് വാലന്റൈൻസ് ഡേ ആയി പോയതാണ്. അല്ലാതെ ഞാൻ വാലന്റൈൻസ് ഡേ തിരഞ്ഞെടുത്തതല്ല. പിന്നെ വാലന്റൈൻസ് ഡേ വന്നപ്പോൾ കോൺട്രാസ്റ്റ് വർക്കായി. സംഘർഷഭരിതമായ ഒരു കൊച്ചു കുടുംബ ചിത്രം പ്രണയ ദിനത്തിൽ എന്ന് പറയുന്ന സംഭവം വർക്കായി. പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ സംഘർഷമല്ലോ. പിന്നെ അത് കറക്റ്റാണല്ലോ. വാലന്റൈൻസ് ഡേ രസമുണ്ട്. കുട്ടേട്ടൻ അതാ പറഞ്ഞോണ്ടിരുന്നത്, പ്രണയത്തിൽ എന്തായാലും അതിന്റെ എൻഡെന്ന് പറയുന്ന അടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 14 കറക്റ്റാ. അതാണ് വിചാരിച്ചത്. അങ്ങനെ വന്ന് വീണ് പോയൊരു ഡേ, ബ്യൂട്ടിഫുൾ ഡേ. ഇപ്പൊ 14-ാം തീയതി ദാവീദ് പ്രേക്ഷകരിലേക്ക് എത്താണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. പടം അടിപൊളിയായിരിക്കും. നിങ്ങളെല്ലാവരും കാണണം, അഭിപ്രായം പറയണം. ബാക്കിയുള്ളവരോടും പറയണം. അതെ, റീവാച്ച് ഓപ്ഷൻ ഉള്ളൊരു പടം തന്നെയാണ്. അതാണ് നമുക്കും തോന്നുന്നത്. അപ്പം അങ്ങനെ റീവാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർ ഇങ്ങനെ നമ്മളോട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇതിന്റെ അതായത് ഇതിനകത്ത് അങ്ങനെ റിവെഞ്ച് അടിയില്ല, അങ്ങനെ പ്രതികാര പരിപാടികളില്ല, ബ്ലഡ് ഷെഡ്സ് ഇല്ല. അപ്പം ഇങ്ങനെ നമ്മളൊരു അടിപ്പടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വ്യക്തി അയാളുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഒരു ഫൈറ്റാണ്. അയാളുടെ ഇന്നർ ഡൊമൻസുമായിട്ടാണ് അയാൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഇന്ന ലൈറ്റർ വേ അത് കണക്ട് ചെയ്യുന്ന ഒരു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഈ സിനിമ ചെയ്ത് അതേ ചിന്താഗതിയുള്ള പ്രേക്ഷകർക്കും
അത് കണക്റ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം 14-ാം തീയതി പോയി കണ്ടിട്ട് പറയുക എല്ലാവർക്കും. 14th ട്രൈ ടു ഗിവ് എ ബ്യൂട്ടിഫുൾ ട്രീറ്റ്. എൻജോയ്. ഉറപ്പായിട്ടും. അപ്പം സിനിമ വലിയൊരു വിജയമാവട്ടെ തന്നെ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.